ഡ്രോൺ പരിശോധനയിൽ നദിക്കടിയിൽ ട്രക്ക് തന്നെ എന്നത് ജില്ലാ ഭരണകൂടവും റെസ്ക്യൂ സംഘവും സ്ഥിരീകരിക്കുന്നു. അത് ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച സിഗ്നലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 3 ലോഹഭാഗങ്ങളിൽ ക്യാബിൻ ഏത് എന്നത് കണ്ടെത്തുക എന്ന നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പരിശോധനാ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനിടെയാണ് 6 മണിക്ക് ദൗത്യസംഘം മാധ്യമങ്ങളെ കാണുമെന്ന വിവരം. നേരത്തെ MLAയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? നേരത്തെ MLAയും പറയുന്നുണ്ടായിരുന്നു 6 മണിക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നുള്ളത്. അപ്പോൾ ആ തരത്തിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരുടെ പക്കലുണ്ട് എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം നേരത്തെ കാർവാർ MLA ഇതുവഴി കടന്നുപോയിരുന്നു ഈ ദൗത്യ മേഖലയിലേക്ക്. അദ്ദേഹവുമായി മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഒന്നും ഒളിച്ചു വെക്കില്ല, വൈകുന്നേരം 6 മണിക്ക് ഈ ദൗത്യ സംഘം നിങ്ങളുമായി സംസാരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതൊക്കെ തന്നെ പങ്കുവയ്ക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതായത് ഇന്നത്തെ ഈ രക്ഷാദൗത്യം അതിൽ ചില നിർണായക മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനോടകം തന്നെ ഷഫീദ് അക്കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവയെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. 3 സ്ഥലങ്ങളിലായി ഈ ലോക സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ട്രക്ക് തന്നെ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ക്യാബിൻ ഏത് എന്ന് കണ്ടെത്തണം. അതിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച വേണം. ശേഷമായിരിക്കും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാൻ പോകുന്നത്. അനുജ, ഒരു മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ഈ സമയത്ത് പറയേണ്ടതുണ്ട്. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, മഴയ്ക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിലവിലിപ്പോൾ ആകാശം മേഘാവൃതമായി മാറുന്നു. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, അതിനുശേഷം മഴ മാറി നിൽക്കുന്ന അല്പം വെയിൽ വന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകുന്നു. മഴ ഏത് നിമിഷവും പെയ്യും എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ ഈ രക്ഷാദൗത്യത്തെ, രക്ഷാപ്രവർത്തനത്തെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത്രയും നേരം ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ഡിഗി ബോട്ടുകൾ ഇറക്കി പരിശോധന നടത്തുന്നതിനും ഒക്കെ തന്നെ സൗകര്യമുണ്ടായിരുന്നു. ഡ്രോൺ പറത്തുന്നതിനടക്കം അതിൽ നിന്നും കിട്ടുന്ന ഡീറ്റെയിലുകൾ പരിശോധിക്കുന്നതിന് പോലും എല്ലാ സംവിധാനവും, പ്രകൃതി പോലും ഒപ്പം നിന്നു അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ മഴ സാധ്യത കാണുന്നുണ്ട്. നിലവിൽ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം കാർവാർ MLA അടക്കമുള്ളവരും ഒക്കെ തന്നെ ആ രക്ഷാ ദൗത്യസ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. 6 മണിക്ക് അവർ മാധ്യമങ്ങളെ കാണാനെത്തുമ്പോൾ ഈ ക്യാബിൻ കണ്ടെത്തിയിട്ടുണ്ടാകാമെന്നും ഇനി അടുത്ത ദൗത്യം അത് നേവിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത കിട്ടാൻ തന്നെ നമുക്ക് കാത്തിരിക്കാം. നേവിയിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ഘട്ടത്തിൽ ആ നദിയിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല, ഒരു ഡീപ്പ് ഡൈവിന് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. മഴ മാറി നിൽക്കാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ ആശിക്കാം. കാരണം യാത്രത്തിലേക്ക് ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ളതിന്റെ വിശദമായ കാര്യങ്ങളാണ് 6 മണിക്ക് രക്ഷാദൗത്യ സംഘം ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പക്കലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അടുത്ത നീക്കം എന്ത് എന്നത് നേവിയാണ് തീരുമാനിക്കേണ്ടത്. ഡീപ്പ് ഡൈവിംഗ് എന്നൊക്കെയുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക എന്നതും ഇപ്പോൾ കാലാവസ്ഥ വെല്ലുവിളിയാകുന്നുണ്ട്. വീണ്ടും മഴയ്ക്കുള്ള സാധ്യത, അവിടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.